നമസ്കാരം. ഞാൻ ഡോക്ടർ ആരതി, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, ആയുർവേദാനിയ ആയുർവേദ ഹോസ്പിറ്റൽ. അവഗാഹ പരിചയങ്ങളിൽ ഇന്ന് പ്രകാരത്തിലിരിക്കുന്നതും അനേക വാതരോഗങ്ങൾക്കുള്ള ഒരു പൂർണ്ണ ചികിത്സയായി കേരളീയ വൈദ്യന്മാർ ഉപയോഗിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് ധാന്യാമ്ലധാര. ഓയിൽ തൊടാനാവാത്ത വിധത്തിലുള്ള ആമാവസ്ഥയുള്ള ശരീരത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു രൂക്ഷക്രിയ കൂടിയാണ് ധാന്യാമ്ലധാര. ഞവരയരി, അവൽ, മലർ, ചുക്ക്, അയമോദകം, ബരക്, തിന തുടങ്ങിയ ദ്രവ്യങ്ങളെ പുളിപ്പിച്ചുണ്ടാക്കിയ ഒരു ഔഷധ ദ്രാവകമാണ് ധാന്യാമ്ലം. പുളിരസത്തോടു കൂടിയ ഈ ദ്രാവകത്തിന് ഉഷ്ണവീര്യവും വാത കഫ ഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയും അഗ്നിയെ വർദ്ധിപ്പിക്കുകയും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഹിസ്റ്റമൈൻ, കാർബണേറ്റീവ് പ്രോപ്പർട്ടീസും കൂടിയുണ്ട്. പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നോടിയായി രോഗിയെ ദ്രോണിയിലിരുത്തി തളം വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഊഷ്മളമായ ഹെർബൽ ദ്രാവകം ഒരു നിശ്ചിത ചൂടിൽ നിശ്ചിത ഉയരത്തിൽ തുടർച്ചയായി ധാര ഒഴിക്കുന്നു. രോഗിയുടെ അസുഖ കാഠിന്യം, രോഗീബലം തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തി 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റിന് ശേഷം 1 മണിക്കൂർ വരെ റെസ്റ്റ് ശുപാർശയും ചെയ്യുന്നു. ധാന്യാമ്ലധാര ചെയ്യുന്നത് മൂലം രോഗിയുടെ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ശരീരത്തെ പുനർജീവിപ്പിക്കുകയും നിറം വർദ്ധിക്കുകയും സന്ധിയിലെ വീർപ്പ്, സന്ധി വേദന, പേശിവലിവ് തുടങ്ങിയവ ചെറുത്തു നിർത്തുവാനും മറ്റ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, സ്പോണ്ടൈലോസിസ്, ആമവാദം തുടങ്ങിയ അവസ്ഥയിലും വളരെ ഫലപ്രദമാണ്. കൂടാതെ അമിതവണ്ണം, ജ്വരം, എളുപ്പത്തിലുള്ള മലമൂത്ര വിസർജനം എന്നിവയ്ക്കും ഉത്തമ പരിഹാരമാണ്. ധാന്യാമ്ലധാരയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. കഴുത്തിന് മുകളിലേക്കുള്ള ധാര ഒഴിവാക്കേണ്ടതാണ്. ശസ്ത്രക്രിയാ മുറിവുകൾ, മറ്റ് അൾസറുകൾ തുടങ്ങിയവയിലും ധാര ഒഴിക്കാൻ പാടുള്ളതല്ല. ആന്തരികമായി ധാന്യാമ്ലം ഉപയോഗിക്കാൻ പാടുള്ളതല്ല.